നമസ്കാരം. ഇന്ത്യയുടെ മംഗൾയാൻ 2 ചരിത്രം സൃഷ്ടിക്കും. വമ്പൻ പ്രതീക്ഷകളോടെ അതിലേറെ ശുഭാപ്തി വിശ്വാസത്തോടെ ISRO രണ്ടാം ചൊവ്വാ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഒരു റോവർ ഹെലികോപ്റ്റർ കോമ്പിനേഷൻ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഹെവി ലിഫ്റ്റ് LVM-3യിലാകും ഈ ദൗത്യം വിക്ഷേപിക്കുക. മംഗൾയാന്റെ ചരിത്ര വിജയത്തിന് ശേഷം ചൊവ്വയിലേക്കുള്ള രണ്ടാമത്തെ ദൗത്യത്തിന് ISRO വലിയ പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെട്ടിട്ടുള്ളത്. ചൊവ്വയിലേക്കുള്ള രണ്ടാമത്തെ ദൗത്യം വികസിപ്പിക്കുവാൻ ഇതിനകം തന്നെ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ബഹിരാകാശ ഏജൻസി എങ്ങനെയാണ് തങ്ങളുടെ ദൗത്യം റെഡ് പ്ലാനറ്റിൽ ഇറക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്കയും ചൈനയും മാത്രമാണ് ഇതുവരെ ഈ നേട്ടം കൈവരിച്ചിട്ടുള്ളത്. മറ്റൊരു ഗ്രഹത്തിൽ പേടകം ഇറക്കി എലൈറ്റ് ക്ലബിൽ ചേരുന്ന ഭൂമിയിലെ മൂന്നാമത്തെ രാജ്യമാകാനാണ് ഇന്ത്യ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. നാസയുടെ പെർസെവറൻസ് റോവറിന് സമാനമായ റോവറും ഹെലികോപ്റ്ററും സംയോജിപ്പിക്കുന്ന രണ്ടാമത്തെ ചൊവ്വാ ദൗത്യത്തിൽ ISRO ഇതിനകം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യൻ ബഹിരാകാശ ഏജൻസി ഒരു സൂപ്പർസോണിക് പാരച്യൂട്ടും റെഡ് പ്ലാനറ്റിൽ റോവറിനെ വിന്യസിക്കുന്നതിനുള്ള സ്കൈ ക്രെയിനും വികസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് വിവരം. റോവറിനെ വിന്യസിക്കാൻ ആദ്യം ഉപയോഗിക്കുന്നത് സ്കൈ ക്രെയിൻ ആയിരിക്കില്ല. ചൊവ്വയിൽ വളരെ കൃത്യവും വിജയകരവുമായ പെർസെവറൻസ് റോവർ ഇറക്കാൻ നാസ സ്കൈ ക്രെയിൻ സംവിധാനം വികസിപ്പിച്ചെടുത്തു. എയർ ബാഗുകളുടെയോ റാമ്പുകളുടെയോ ആവശ്യം ഒഴിവാക്കിക്കൊണ്ട് നിയന്ത്രിതവും കൃത്യവുമായ ലാൻഡിംഗ് ഈ സംവിധാനം അനുവദിക്കുന്നുണ്ട്. സ്കൈ ക്രെയിൻ വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രദേശത്ത് പോലും റോവർ നിവർന്നു നിൽക്കുകയും അതിന്റെ ദൗത്യം ആരംഭിക്കുവാൻ തയ്യാറാണ് എന്നും ഉറപ്പാക്കുന്നു. ഇന്ത്യൻ റോവറിന് അനുയോജ്യമായ സാങ്കേതിക വിദ്യ ISRO വികസിപ്പിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചൊവ്വയുടെ ആകാശ പര്യവേഷണത്തിനുള്ള പേലോഡുകളുടെ ഒരു കൂട്ടം ഉള്ള മാർബിൾ അല്ലെങ്കിൽ മാർഷൽ ബൗണ്ടറി ലെയർ എക്സ്പ്ലോറർ UAV വഹിക്കും. ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ 100 മീറ്റർ വരെ പറക്കാൻ കഴിയുന്ന തരത്തിലാണ് ആകാശവാഹനം രൂപകൽപ്പന ചെയ്യുക. അതേസമയം ചൊവ്വാ ദൗത്യവുമായി ശരിയായ ആശയവിനിമയം ഉറപ്പാക്കാൻ ദൗത്യ വിക്ഷേപണത്തിന് മുന്നോടിയായിട്ട് ഒരു റിലേ ആശയവിനിമയ ഉപഗ്രഹം വിന്യസിക്കാനും ISRO പദ്ധതിയിടുന്നുണ്ട്. തടസ്സങ്ങളില്ലാതെ ആശയവിനിമയം ഉറപ്പാക്കാൻ ചൊവ്വയ്ക്കും ഭൂമിക്കുമിടയിൽ ഒരു റിലേ ആയി പ്രവർത്തിക്കുവാൻ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിൽ ഉപഗ്രഹം വിക്ഷേപിക്കും. ചൊവ്വയ്ക്കും ഭൂമിക്കുമിടയിൽ സിഗ്നലുകൾ സഞ്ചരിക്കാനെടുക്കുന്ന സമയം അവയുടെ ആപേക്ഷിക സ്ഥാനങ്ങളെ അടിസ്ഥാനമാക്കി വ്യത്യാസപ്പെടുന്നുവെന്നത് എടുത്തു പറയണം. എതിർവശത്ത് ചൊവ്വ ഭൂമിയുടെ ഏറ്റവും അടുത്തായിരിക്കുമ്പോൾ സിഗ്നലുകൾ ഒരു വഴിയിലൂടെ സഞ്ചരിക്കാൻ ഏകദേശം 3 മുതൽ 22 മിനിറ്റ് വരെ എടുക്കും. എന്നിരുന്നാലും സംയോജന സമയത്ത് ചൊവ്വ ഭൂമിയിൽ നിന്ന് സൂര്യന്റെ എതിർവശത്തായിരിക്കുമ്പോൾ സിഗ്നലുകൾക്ക് ഏകദേശം 6 മുതൽ 44 മിനിറ്റ് വരെ എടുക്കും. നമുക്കറിയാം 2013 നവംബർ 15-നാണ് ചൊവ്വയിലേക്ക് ആദ്യ ബഹിരാകാശ പേടകം വിക്ഷേപിച്ചത്. റെഡ് പ്ലാനറ്റിനെ കുറിച്ച് പഠിക്കുന്നതിനും ആന്തരിക സൗരയൂഥം പര്യവേഷണം ചെയ്യുന്നതിന് ആവശ്യമായ പ്രധാന സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കുന്നതിനുമായി ഇന്ത്യ മംഗൾയാൻ ഇംഗ്ലീഷിൽ മാസ് ക്രാഫ്റ്റ് നിർമ്മിച്ചു. 2014 സെപ്റ്റംബർ 23-ന് മംഗൾയാൻ പേടകം ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ വിജയകരമായി പ്രവേശിച്ചു. ഇന്ത്യക്ക് മുമ്പ് അമേരിക്കയും സോവിയറ്റ് യൂണിയനും യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി മാത്രമാണ് ചൊവ്വയിൽ വിജയകരമായി പര്യവേഷണം നടത്തിയിരുന്നത്. മംഗൾയാൻ 7.5 വർഷത്തോളം പ്രവർത്തിച്ചു. ചൊവ്വയുടെ ഭൂപ്രകൃതി നിരീക്ഷിക്കുകയും അതിന്റെ 5 ശാസ്ത്ര ഉപകരണങ്ങൾ ഉപയോഗിച്ച് അവയുടെ ഘടന പഠിക്കുകയും ചെയ്തു. എന്തായാലും മംഗൾയാൻ 2 വലിയ പ്രതീക്ഷയിലാണ് ഇന്ത്യ മുന്നോട്ട് വെക്കുന്നത്. ഇതിലൂടെ വമ്പൻ നേട്ടങ്ങൾ കൊയ്യാമെന്ന ലക്ഷ്യം തന്നെയാണ് ഇന്ത്യക്കുള്ളത്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പ്രതീക്ഷിച്ചതിലും അധികം വേഗത്തിൽ കൃത്യമായ വിജയം നേടിയെടുത്ത ഒന്നാണ് ISRO ഇന്ത്യക്ക് വലിയ ആശ്വാസവും ആഹ്ലാദവും സമ്മാനിച്ചിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ബഹിരാകാശ മേഖലയിൽ മറ്റൊരു രാജ്യവും ഇതേവരെ നടത്താത്ത പുതിയ പരീക്ഷണങ്ങൾ കൂടി ISRO നടത്തിവരികയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഗഗൻയാൻ 2, വീനസ് ഓർബിറ്റർ മിഷൻ, മാസ് ഓർബിറ്റർ മിഷൻ 2, ഗഗൻയാൻ 3 ഇങ്ങനെ ധാരാളം വമ്പൻ പദ്ധതികൾ ഇന്ത്യക്ക് മുന്നിലുണ്ട്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിലെ സമുജ്വലമായ പല അധ്യായങ്ങളും അടയാളപ്പെടുത്തുവാനാണ് ഇന്ത്യയുടെ ഓരോ നീക്കവും. ബഹിരാകാശത്തെ കുതിപ്പ് തുടർന്ന് വലിയ പുരോഗതി കൈവരിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. നിർണായകമായ നിരവധി ദൗത്യങ്ങളുടെ വിജയവും പരാജയവും ഒക്കെ അറിഞ്ഞുകൊണ്ട് അതിലെ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ ജൈത്രയാത്ര. കഴിഞ്ഞുപോയ ബഹിരാകാശ ദൗത്യങ്ങൾ നമ്മളെ കോരിത്തെറിപ്പിക്കുന്നത് പോലെയാണ് ഇനി വരാനിരിക്കുന്ന ബഹിരാകാശ ദൗത്യങ്ങളും. ബഹിരാകാശ പര്യവേഷണവും സാങ്കേതിക വിദ്യയും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രതിബദ്ധത പ്രകടമാക്കുന്ന ധാരാളം ദൗത്യങ്ങൾ നമുക്കുണ്ട്. എന്തായാലും മംഗൾയാൻ 2-ഉം അത്തരത്തിൽ വിജയകരമായി വരട്ടെ. ഇന്ത്യക്ക് ബഹിരാകാശ മേഖലയിൽ വലിയ കുതിപ്പുകൾ നേടാനുമാകട്ടെ.